ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല കുതിക്കുന്നു. കഴിഞ്ഞ വർഷം 20% വാർഷിക വളർച്ച നേടി. ഭവന വിപണിയിൽ നടന്നത് കോടികളുടെ ബിസിനസ്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖല ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പ് രേഖപ്പെടുത്തി. 2025 റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തകർച്ചയുണ്ടാകുമെന്ന് പ്രവചിച്ച സാമ്പത്തിക വിദഗ്ധരെയും ആഗോള ഏജൻസികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ വർഷം ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല 20% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. 917 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകളാണ് ദുബായിൽ നടന്നത്. ആകെ 2,70,000 കച്ചവടങ്ങൾ നടന്നതായും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ജോലി തേടിയും ബിസിനസ് ചെയ്യാനും ദുബായിലേക്ക് എത്തുന്നതാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇത് വീടുകൾക്കും ഓഫീസുകൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ഈ മുന്നേറ്റം 2026 തുടരുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. നിലവിൽ വിലയേറിയ ആഡംബര വില്ലകൾക്കാണ് ഡിമാൻഡ്. എങ്കിലും വരും വർഷങ്ങളിൽ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ഫ്ളാറ്റുകളും വീടുകളും കൂടുതൽ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ലൈസൻസ് എടുത്തില്ലെങ്കിൽ വൻ തുക പിഴ നൽകേണ്ടി വരും. സന്ദർശകർക്കും പെർമിറ്റ് നിർബന്ധമാക്കി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും ഈ മാസം 30-നകം പെർമിറ്റ് എടുത്തിരിക്കണമെന്ന് UAE മീഡിയ കൗൺസിൽ അറിയിച്ചു. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും സന്ദർശകർക്കും പെർമിറ്റ് നിർബന്ധമാക്കി. സ്വന്തം ഉൽപ്പന്നങ്ങൾ സ്വന്തം അക്കൗണ്ടിലൂടെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക പെർമിറ്റ് ആവശ്യമില്ല. ഇൻഫ്ലുവൻസർമാർക്ക് രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്നതിന് ട്രേഡ് ലൈസൻസ്, അഡ്വൈസർ പെർമിറ്റ് എന്നീ 2 രേഖകൾ ആവശ്യമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ഡെവലപ്മെന്റ് വഴിയോ ഫ്രീ സോണുകൾ വഴിയോ എടുക്കുന്ന ബിസിനസ് ലൈസൻസ് ആണ് ട്രേഡ് ലൈസൻസ്. പരസ്യം ചെയ്യുന്നതിന് UAE മീഡിയ കൗൺസിലിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക അനുമതിയാണ് അഡ്വർടൈസർ പെർമിറ്റ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് ലഭിക്കാൻ ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. അഷൽ പോർട്ടൽ വഴി വർക്ക് പെർമിറ്റ് ലഭിക്കും. പ്രവാസികൾക്കും സ്വദേശികൾക്കും സേവനങ്ങൾ ലളിതമാക്കുകയാണ് ലക്ഷ്യം. പ്രവാസി തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കാൻ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കി. തൊഴിലുടമകൾക്ക് ഇനി മുതൽ മാൻ പവർ ഓഫീസുകൾ നേരിട്ട് പോകാതെ അഷൽ പോർട്ടൽ വഴി വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും സാധിക്കും. തൊഴിലാളികളുടെ ട്രാൻസ്ഫറും പദവി മാറ്റങ്ങളും പോർട്ടൽ വഴി ചെയ്യാം. തൊഴിൽ നടപടികളിലെ സുതാര്യത ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ ഒഴിവാക്കാനുമാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിനും പുതിയത് അനുവദിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. സ്വകാര്യ മേഖലയിൽ തൊഴിൽ വിസയുള്ള തൊഴിലാളികൾ കുവൈറ്റിനു പുറത്തേക്ക് പോകുന്നതിന് മുൻപ് സഹേൽ ആപ്പ് വഴി എക്സിറ്റ് പെർമിറ്റ് നേടണം. തൊഴിലുടമ സഹേൽ ബിസിനസ് ആപ്പ് വഴി ഇത് അംഗീകരിച്ചാലേ യാത്രാനുമതി ലഭിക്കൂ. എക്സിറ്റ് പെർമിറ്റിന് 7 ദിവസത്തെ കാലാവധിയുണ്ട്. തൊഴിലാളികളുടെ ശമ്പളം എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ബാങ്ക് വഴി നൽകിയിട്ടുണ്ടെന്ന് തൊഴിലുടമകൾ ഉറപ്പാക്കണം. ഇത് മാൻ പവർ അതോറിറ്റിയുടെ ഡിജിറ്റൽ സിസ്റ്റവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വൈകിയാൽ യഥാസമയം വിവരം അറിയാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.